ടെറസിലായിട്ട് ഒരു ചെറിയ ടെറസ് ഗാർഡൻ ഉണ്ട് കേട്ടോ. അപ്പൊ അതിൽ ഹാങ് ചെയ്തേക്കുന്ന ഈ പോട്ട്സിൽ ഫുള്ള് ചെടികൾ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഇപ്പൊ നശിച്ചു പോയി. ഇവിടെ നിറച്ച് നല്ല ഗ്രീൻ ആയിട്ടുള്ള പോത്തോസിലെ അത് വളർത്താനായിരുന്നു എന്റെ ഒരു ആഗ്രഹം. പക്ഷെ നമുക്ക് ആകെ ഈ ഒരു ചെറിയ പീസ് മാത്രമേ ബാക്കിയുള്ളൂ. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, ഓടി ചിറ്റയുടെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് കുറച്ച് ചെടി അടിച്ചു മാറ്റാന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ചിറ്റ ഇപ്പൊ നാട്ടിലില്ല, ഇവിടെ അപ്പനും മോനും മാത്രമാണ് താമസം. ഈ 2 പേരുടെ ഷൂസ് ആണ് 2 റാക്ക് നിറച്ചിരിക്കുന്നത്. പക്ഷെ അതല്ല ഇവിടുത്തെ വിഷയം. ഈ ചെടിയുടെ ഇടയിൽ ഇങ്ങനെ റാക്ക് കൊണ്ടുവച്ച് അതിനുള്ളിൽ ഷൂസ് ഒക്കെ വെച്ചാൽ ഈ ഇഴജന്തുക്കളൊക്കെ അതിനുള്ളിൽ കയറിയിരിക്കാനുള്ള ഒരു ചാൻസ് ഇല്ലേ. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, നമ്മുടെ ഷൂ ഡണ്ണിന്റെ ഷൂ റാക്ക് അങ്ങ് ഓർഡർ ചെയ്തു. ഓൾറെഡി നമ്മൾ ആ ഷൂ റാക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇവിടെ ആണെങ്കിൽ അത് ഭയങ്കര സ്യൂട്ടബിൾ ആയിരിക്കും എന്ന് തോന്നിയിട്ടോ. അവിടുന്ന് തട്ടിക്കൊണ്ടുവന്ന ഈ ചെടികളിലൊക്കെ വേര് പിടിക്കുന്നതിന് മുമ്പ് തന്നെ ഷൂ റാക്ക് വന്ന് ഫിക്സ് ചെയ്തു കേട്ടോ. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ബൾക്കി ആയിട്ടുള്ള ഷൂസ് ഒക്കെ ഇതിൽ ഫിക്സ് ആകുമെന്ന്. പക്ഷെ ഒരു കുഴപ്പമില്ല, ഇതിനകത്ത് വളരെയധികം കംഫർട്ടബിൾ ആയിട്ട് അങ്ങ് ഇരിക്കുകയാണ്. ഇനി എന്തായാലും ഇങ്ങനെ താഴത്തെ സ്റ്റാൻഡിൽ വെക്കുമ്പം ഇഴജന്തുക്കളൊക്കെ അതിനുള്ളിൽ കയറും എന്നുള്ള ഒരു പേടിയൊന്നും വേണ്ട. ഷൂറാക്കിന് 3 കളർ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഒരു ഗ്രേ പില്ലർ ഉള്ളത് കൊണ്ട് ഞാൻ ഒരു ഗ്രേ കളർ തന്നെയാണ് ഇവിടത്തേക്ക് ചൂസ് ചെയ്തത് കേട്ടോ. ഇത് ഓർഡർ ചെയ്യാനുള്ള നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ എഴുതി കാണിക്കുന്നുണ്ട്. 3 കളർ ഓപ്ഷൻസ് ഉള്ള പോലെ ഡിഫറെന്റ് സൈസസും അവൈലബിൾ ആണ്. കൂടുതൽ ഇൻഫർമേഷൻസ് ഒക്കെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അങ്ങനെ സംഗതി ഉഷാറായി. നമ്മുടെ ആ ടാസ്ക് അങ്ങ് കഴിഞ്ഞു. പക്ഷെ ആ ചെടി നടിക്കുന്ന ടാസ്ക് ഇനിയുണ്ട്. അത് അടുത്ത റീല് കാണാം കേട്ടോ.